ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് കസ്റ്റമർ സർവീസ് എന്നുള്ള ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. നമ്മൾ ഏത് ഒരു തൊഴിൽ മേഖലയിൽ ഉൾപ്പെട്ടിട്ട ആളാണെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇലക്ട്രീഷ്യനാണ്, അല്ലെങ്കിൽ നമ്മളൊരു കാർപ്പൻട്രി ഷോപ്പ് നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു സ്പ്രേ പെയിൻറ്റിങ് ഷോപ്പ്, ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്, ഒരു ഡ്രാഫ്റ്റ്സ്മാൻ ആണ്, ഒരു പ്ലംബറാണ്, ഇലക്ട്രീഷ്യനാണ്, ഇനി അതല്ലെങ്കിൽ നമ്മളൊരു ജനറൽ ഗ്രോസറി സ്റ്റോർ നടത്തുകയാണ്, ഒരു സർവീസ് നടത്തുകയാണ്. അപ്പോൾ വാട്ടെവർ ഒരു സർവീസ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, നമുക്ക് കസ്റ്റമേഴ്സായിട്ട് നിത്യവും നമുക്ക് ഇടപഴകേണ്ട സാഹചര്യം ഉണ്ടാകാറ്. അപ്പോൾ എക്സലൻറ്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം എക്സലൻറ്റ് കസ്റ്റമർ സർവീസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സക്സസ്ഫുൾ ആൻഡ് അൺസക്സസ്ഫുൾ ബിസിനസ് എന്ന് പറയാം. ഒരു ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത് ആ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഒന്നും പൂർണ്ണമായി ആയിക്കൊള്ളണമെന്നില്ല. കസ്റ്റമറെ നമ്മൾ എങ്ങനെ എക്സലൻ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് അലോൺ ഈസ് നോട്ട് ഇനഫ്. വെൻ വി സ്റ്റാർട്ട് അവർ കരിയർ ഇൻ എ കമ്പനി ആൻഡ് ആർ എംപ്ലോയ്ഡ് ഇൻ എ പൊസിഷൻ ഇൻ വിച്ച് വി ഇൻറ്ററാക്ട് വിത്ത് കസ്റ്റമേഴ്സ്, വി ആർ റെസ്പോൺസിബിൾ ഫോർ സക്സസ്. നമ്മളൊരു സ്ഥാപനത്തിൽ കസ്റ്റമേഴ്സായിട്ട് ഇടപഴകാനുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് നമ്മുടെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് ഈ കസ്റ്റമേഴ്സ് സൈക്കോളജിയെ പറ്റിയും കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസിനെ പറ്റിയൊക്കെ ഒരുപാട് പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 17% കസ്റ്റമേഴ്സ്, 17% ഓഫ് ദ കസ്റ്റമേഴ്സ് വിൽ ലീവ് യു ആഫ്റ്റർ എ സിംഗിൾ സർവീസ് മെസ്സപ്പ്. അതാണ് ഒരു പ്രാവശ്യം നമ്മുടെ ഒരു മോശം പെർഫോമൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ കസ്റ്റമർ 17% കസ്റ്റമേഴ്സ് വിട്ടുപോയി കളയും, സ്ഥാപനത്തിന് വിട്ടുപോകുന്ന പറയുന്നത്. കസ്റ്റമേഴ്സ് won't always tell a company when they are not satisfied. അപ്പോൾ കസ്റ്റമേഴ്സ് നമ്മളോട് ചിലപ്പോൾ പറയണമെന്നില്ല ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന്, പക്ഷേ കസ്റ്റമറുടെ പ്രകടനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. വിത്ത് ദ സർവീസ് they receive but business shall suffer. അതാണ്. പിന്നെ 40% കസ്റ്റമേഴ്സ്, 40% will leave after 2 blunders. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള 2 മിസ്റ്റേക്കുകൾ ആകുമ്പോൾ 40% കസ്റ്റമേഴ്സും വിട്ടുപോകും. 28% will leave after the third instance. 2 തവണയും വെയിറ്റ് ചെയ്യും. 3-ാമത്തെ തവണയും ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ 23% കസ്റ്റമേഴ്സും വിട്ടുപോകും. അങ്ങനെ 17 + 40 + 28, 85% ഓഫ് യുവർ ബിസിനസ് കുഡ് ബി ലോസ്റ്റ് ഡ്യൂ ടു പുവർ കസ്റ്റമർ സർവീസ്. അതാണ്. ഇപ്പോൾ കസ്റ്റമർ സർവീസ് നമ്മൾ നോക്കണം. നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം മാത്രമല്ല, കസ്റ്റമേഴ്സിൻ്റെ ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ട് 85% വരെ ബിസിനസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. പിന്നെ നോക്കൂ, 59% ഓഫ് കസ്റ്റമേഴ്സ് വിൽ സ്വിച്ച് ബ്രാൻഡ്സ് ടു ഗെറ്റ് ബെറ്റർ സർവീസ്. ഇപ്പോൾ ബ്രാൻഡ് മാറ്റിക്കളി 59% ആൾക്കാർ. ഒരു ബ്രാൻഡിൽ കസ്റ്റമർ സർവീസ് അല്ല എന്നുണ്ടെങ്കിൽ 78% ഓഫ് പീപ്പിൾ ഹാവ് നോട്ട് completed a purchase because of poor service. ഇപ്പോൾ കസ്റ്റമർ സർവീസ് മോശമായതുകൊണ്ട് 78% ആളുകളും ബിസിനസ് കമ്പനി സർവീസ് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. 73% ഓഫ് കസ്റ്റമേഴ്സ് ഹാവ് സ്പെൻഡ് മോർ വിത്ത് എ കമ്പനി ബിക്കോസ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ഗുഡ് കസ്റ്റമർ സർവീസ്. ദിസ് ഈസ് എ ഗുഡ് ന്യൂസ് ആണ് അല്ലേ. ഒരു കമ്പനിയുടെ കസ്റ്റമർ സർവീസ് നല്ലതായതുകൊണ്ട് മാത്രം 73% കസ്റ്റമേഴ്സും ആ കമ്പനിയുടെ സർവീസിനെ റീറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ്, നിങ്ങൾക്ക് വർക്ക് എക്സർസൈസസ് ഉണ്ട്, അത് നമുക്ക് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് തരാം. ഇതിൽ വാട്ട് ഈസ് കസ്റ്റമർ സർവീസ്, വാട്ട് ആർ ദ റിസൾട്ട്സ് ഓഫ് ബാഡ് കസ്റ്റമർ സർവീസ്, വാട്ട് ആർ ദ സൈൻസ് ഓഫ് ഗുഡ് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഇൻ യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾ സെൽഫ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഇതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നെക്സ്റ്റ് ചാപ്റ്റർ ഫോംസ് ഓഫ് ഗ്രീറ്റിംഗ്. ഇപ്പോൾ കസ്റ്റമേഴ്സിനെ ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിവാദ്യം ചെയ്യുന്നതിനാണ്, അല്ലെ വെൽക്കം ചെയ്യുന്നതിനാണ് ഗ്രീറ്റ് എന്ന് പറയുന്നത് അല്ലേ. 2 ടൈപ്പ് ഗ്രീറ്റിംഗ് ഉണ്ട്, ഫോർമൽ ഗ്രീറ്റിംഗ് ഉണ്ട്, ഇൻഫോർമൽ ഗ്രീറ്റിംഗ് ഉണ്ട്. നമുക്കത് പഠിക്കാം. ഗ്രീറ്റിംഗ് ഈസ് എ വേർഡ് ഓർ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് യൂസ്ഡ് വെൻ വി മീറ്റ് സംവൺ. നമ്മളൊരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കിനാണ്, അഭിവാദ്യത്തിനാണ് ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ.
Greeting someone is not limited to known person. When we see someone for the first time, we introduce ourselves and greet each other. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരാളെ കാണുമ്പോൾ പരിചയമുള്ള ആൾക്കാർ തമ്മിൽ മാത്രം ആയിരിക്കണമെന്നില്ല ഗ്രീറ്റിംഗ് അല്ലേ. നമ്മൾ പുതിയതായിട്ട് ഒരാളെ കാണുമ്പോഴും ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഗ്രീറ്റ് കസ്റ്റമേഴ്സ് അപ്രോപ്രിയേറ്റ്ലി ടു എൻഷുർ ദാറ്റ് കസ്റ്റമേഴ്സ് ഫീൽ വെൽക്കംഡ്. കസ്റ്റമേഴ്സിനെ നമ്മൾ വളരെ അപ്രോപ്രിയേറ്റ് ഗ്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. എ കസ്റ്റമർ ഹു ഫീൽസ് വെൽക്കംഡ് ഹാസ് എ ഹയർ ചാൻസ് ഓഫ് ബീങ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ സർവീസ് which leads to customer retention. കസ്റ്റമർ റിറ്റൻഷൻ ചെയ്യുക, കസ്റ്റമർ നിലനിർത്തുക. അപ്പോൾ ഏറ്റവും നന്നായിട്ട് കസ്റ്റമറിനെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കസ്റ്റമർ നമുക്ക് നിലനിൽക്കുന്ന ഉറപ്പാണല്ലേ. ഗ്രീറ്റിംഗ് കസ്റ്റമേഴ്സ് അപ്രോപ്രിയേറ്റ്ലി ഈസ് എമംഗ് ദ ഫസ്റ്റ് ഫ്യൂ സ്റ്റെപ്സ് ടുവാർഡ്സ് പ്രൊവൈഡിങ് ഗുഡ് കസ്റ്റമർ സർവീസ്. അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു കസ്റ്റമർ സർവീസിൻ്റെ ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഗ്രീറ്റിംഗ് ദ കസ്റ്റമർ. ഇറ്റ് ഈസ് എ പ്രൂവൺ ഫാക്ട് ദാറ്റ് പീപ്പിൾ ബൈ മോർ വെൻ ദേ ഫീൽ സെൻസ് ഓഫ് ട്രസ്റ്റ്. അപ്പോൾ വിശ്വസ്തത ഉണ്ടെങ്കിലാണ് ആളുകൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. വിശ്വസ്തയുള്ള ഉൽപ്പന്നങ്ങൾ, വിശ്വസ്തയുള്ള സ്ഥാപനങ്ങൾ, വിശ്വാസം, അതല്ലേ എല്ലാം. ട്രസ്റ്റ് ഈസ് ബെസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ മേക്കിംഗ് പീപ്പിൾ ഫീൽ ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ. അതാണ് വിശ്വാസമാണ് ആൾക്കാരെ ഹാപ്പി ആക്കുന്നതും കംഫർട്ടബിൾ ആക്കുന്നതും അല്ലേ. ഓക്കെ, ഇനി നോക്കൂ, കസ്റ്റമേഴ്സിനെ ഗ്രീറ്റ് ചെയ്യുന്നതിന് വിവിധ രൂപങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ഗ്രോസറി സ്റ്റോറാണ്, അവിടെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എങ്ങനെയാണ് കസ്റ്റമർ ഗ്രീറ്റ് ചെയ്യുന്നത്. ഷേക്ക് ഹാൻഡ്, ഒരു വാം ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് റിസീവ് ചെയ്യുന്നുണ്ട്. സ്മൈൽ വെൻ യു ഗ്രീറ്റ് യുവർ കസ്റ്റമേഴ്സ്, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അല്ലേ. നമ്മൾ ടൈറ്റ് ലിപ്പിഡ് ആകാൻ പാടില്ല, ചിരിക്കണം, പുഞ്ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യണം. യു വാണ്ട് യുവർ കസ്റ്റമേഴ്സ് ടു ഫീൽ വെൽക്കം ആൻഡ് ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് യുവർ ബോഡി ലാംഗ്വേജ്. നമ്മുടെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രോസറി സ്റ്റോർ എന്ന് വെച്ചാൽ പലചരക്ക് കട. ഇനിയിപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രീറ്റിംഗ്സ് ആണ്. ഫോർമൽ ഗ്രീറ്റിംഗ് ഈസ് പൊളൈറ്റ്. ഫോർമൽ ഗ്രീറ്റിംഗ് വളരെ മര്യാദയോട് കൂടിയുള്ളത്, പൊളൈറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഈവൻ വെൻ ദ പേഴ്സൺ ഈസ് നോട്ട് നോൺ. പരിചയമില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് ഫോർമൽ ഗ്രീറ്റിംഗ് ചെയ്യാം അല്ലേ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗ്രീറ്റ് സീനിയേഴ്സ്, സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ, മുതിർന്നവരെ, എൽഡർലി പീപ്പിൾ ഓർ പീപ്പിൾ വിത്ത് ഹൂം വി ഹാവ് ഫോർമൽ റിലേഷൻഷിപ്പ് ദാറ്റ് ലൈക്ക് ടീച്ചേഴ്സ് ഓർ കസ്റ്റമേഴ്സ്. നമ്മൾ മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ്, അവരെയൊക്കെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ വളരെ ഫോർമലായിട്ട് ഗ്രീറ്റ് ചെയ്യണം അല്ലേ. ദിസ് ഈസ് യൂസ്ഡ് മോർ ഓഫൺ ഇൻ സ്കൂൾസ്, കോളേജസ്, ഓഫീസസ്, ഇൻ മീറ്റിംഗ്സ്, അറ്റ് വർക്ക്, എക്സെട്ര. അപ്പോൾ കോളേജുകളിൽ, സ്കൂളുകളിൽ, ഓഫീസുകളിൽ, സ്ഥാപനങ്ങളിലെല്ലാം ഫോർമൽ ഗ്രീറ്റിംഗ് ആണ്. ഫ്രേസസ് യൂസ്ഡ് ഇൻ ഫോർമൽ ഗ്രീറ്റിംഗ് ആൻഡ് റെസ്പോൺസ്. നോക്കൂ, ഗ്രീറ്റിംഗ്. ഹലോ സർ, ഹൗ ആർ യു? ഗുഡ് മോർണിംഗ് എവറിബഡി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഹൗ ആർ യു? ഹലോ സർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ? പിന്നെ റെസ്പോൺസ് നോക്കൂ, ഹൗ ആർ യു? വെരി വെൽ, താങ്ക് യു, ഹൗ ആർ യു? അപ്പോൾ ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയുന്നതും ഹൗ ആർ യു എന്ന് തന്നെയാണ് അല്ലേ. ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ്. വീണ്ടും ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഹൗ ആർ യു? ഐ എം ഡൂയിങ് വെൽ, ഹൗ ആർ യു സർ? അപ്പോൾ ഹൗ ആർ യു ഇൻ റെസ്പോൺസ് എപ്പോഴും ഹൗ ആർ യു ആണല്ലേ, ഫോർമൽ ഗ്രീറ്റിംഗ് ആകുമ്പോൾ. ഇനിയും ഇൻഫോർമൽ ഗ്രീറ്റിംഗ് ഈസ് യൂസ്ഡ് വൈൽ സ്പീക്കിംഗ് വിത്ത് ഫ്രണ്ട്സ്, ഫാമിലി ഓർ വെൻ ദ പേഴ്സൺ സ്പോക്കൺ ഈസ് നോൺ ടു യു. ഇൻഫോർമൽ ഗ്രീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, ഫാമിലി മെമ്പേഴ്സ്, പിന്നെ നമുക്ക് പരിചയമുള്ള ആൾക്കാർ, അവരോടാണ് ഇൻഫോർമൽ ഗ്രീറ്റിംഗ്. ഇൻഫോർമൽ ഗ്രീറ്റിംഗ് ഈസ് യൂഷ്വലി യൂസ്ഡ് അറ്റ് ഹോം, വീടുകളിൽ. ഫ്രേസസ് യൂസ്ഡ് ഫോർ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് ആർ ഹേ. അപ്പോൾ ഹലോ, ഹൗ ആർ യു സർ? ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നതിന് പകരം ഹേ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഹൗ ആർ യു ഡൂയിങ് ടുഡേ? വാട്ട്സ് അപ്പ്? ഹലോ, ഹലോ സർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ? ഇതെല്ലാം ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് ആണല്ലേ. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് നോക്കൂ, ഹലോ, ഹലോ, ഐ എം ഡൂയിങ് ഗ്രേറ്റ്, നത്തിങ് മച്ച്, ഹൗ ആർ യു? ഹൗ ആർ യു? ഐ എം ലുക്കിംഗ് ഫോർ എ ന്യൂ കാർ, പ്ലീസ് ക്യാൻ യു ഹെൽപ്പ് മീ ദാറ്റ്? ഇതൊക്കെ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സും അതിൻ്റെ റെസ്പോൺസുമാണ്. How to make a positive first impression with customers? While greeting customers, it is important to use the correct words as well as be aware of our body language. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വേർഡുകളും നമ്മുടെ നല്ല വൃത്തിയായ ശരീരഭാഷയും വേണം അല്ലേ. അതിൽ നമ്മുടെ some tips that we need to keep in mind while greeting customers എന്തൊക്കെയാണ്? ഫസ്റ്റ് 10 സെക്കൻഡ്സ്, ഒരു കസ്റ്റമറായിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന ആദ്യത്തെ 10 സെക്കൻഡിലാണ് അല്ലേ. Studies have shown that the first 10 seconds you meet someone are very critical, as they tend to form opinion about you during that time. It is therefore important to make a positive first impression. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ഫസ്റ്റ് 10 സെക്കൻഡ്സിലാണ്. രണ്ടാമത്തെ പോയിന്റ് ഐ കോൺടാക്ട് ആണ്. ഐ കോൺടാക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നോട്ടം അല്ലേ, മുഖത്ത് നോക്കുക അല്ലെങ്കിൽ ആളുകളുടെ കണ്ണുകളിൽ നോക്കുക. എ കംഫർട്ടബിൾ ഐ കോൺടാക്ട് വിത്ത് ദ പേഴ്സൺ ബീയിങ് ഗ്രീറ്റഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Ensure not to stare
തുറിച്ചു നോക്കരുത്. സ്റ്റെയർ എന്ന് വെച്ചാൽ തുറിച്ചു നോക്കുക. നോട്ട് സ്റ്റെയർ അറ്റ് ദം ബട്ട് മേക്ക് ദം ഫീൽ വെൽക്കം ആൻഡ് കംഫർട്ടബിൾ. അതാണ് ഒരു കസ്റ്റമർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യണം അല്ലേ. കംഫർട്ടബിൾ മീൻസ് വളരെ ഒരു ഫ്രണ്ട്ലി. സെക്കൻഡ് പോയിന്റ്, സ്മൈൽ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്മൈലിംഗ് ഈസ് ദ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് മാൻ കൈൻഡ് അല്ലേ. വൈൽ ഗ്രീറ്റിംഗ് കസ്റ്റമേഴ്സ് എൻഷുർ ടു സ്മൈൽ to make them feel welcome. It starts with your body language. അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിൻ്റെ ഭാഗമാണല്ലേ ചിരിക്കുക എന്ന് പറയുന്നത് അല്ലേ. പൊട്ടിച്ചിരിക്കരുത്, പരിഹസിച്ചിരിക്കുക പാടില്ല. സ്റ്റാൻഡ് ടോൾ, സ്മൈൽ ആൻഡ് അപ്രോച്ച് ദം ബ്രിസ്ക്ലി. അപ്പോൾ നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക, ചിരിക്കുക, ബ്രിസ്ക് സന്തോഷത്തോടുകൂടി ഊഷ്മളമായി സ്വാഗതം ചെയ്യുക. എവറിഥിങ് അബൌട്ട് യുവർ മാനർ ഷുഡ് സേ ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു. അതാണ് നമ്മുടെ മാനറിൽ ഞാൻ ഐ ആം ഗ്ലാഡ് യു ആർ ഹിയർ എന്നൊരു ഇംപ്രഷൻ ഫീൽ ചെയ്യണം. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, അക്നോളജ്. അക്നോളജ് മീൻസ് അറിയിക്കുക അല്ലേ. ദ കസ്റ്റമർ ക്വിക്ക്ലി. 80% ഓഫ് കസ്റ്റമേഴ്സ് സേ ദേ വാണ്ട് ടു ബി നോട്ടീസ്ഡ്. എവരി വൺ വെൽക്കംസ് എ ഫ്രണ്ട്ലി ഗ്രീറ്റിംഗ്. ഒരു പരിചയഭാവം കാണിക്കുക. ട്രൈ ആൻഡ് അക്നോളജ് ആൻഡ് ഗ്രീറ്റ് ദ കസ്റ്റമർ ആസ് സൂൺ ആസ് യു മേക്ക് കോൺടാക്ട് വിത്ത് ദം. അപ്പോൾ നമ്മൾ കസ്റ്റമറെ അക്നോളജ് ചെയ്യണം. ഫിഫ്ത്ത് പോയിന്റ് ഈസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നമ്മൾ സ്വയം പരിചയപ്പെടുത്തുക. ദിസ് ഫർദർ മേക്സ് ദ കൺവെർസേഷൻ മോർ പേഴ്സണൽ. മേക്ക് ഷുവർ ടു ടെൽ the customer your name. Give space. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, സ്പേഷ്യൽ ഡിസ്റ്റൻസിങ് എന്നൊക്കെ പറയുമല്ലോ, സാമൂഹിക അകലം എന്നൊക്കെ പറയില്ലേ. മിനിമം 1 മീറ്റർ എങ്കിലും അകലം നിൽക്കണം എന്ന് പറയും. നമ്മൾ ആൾക്കാരെ ഒരുപാട് അടുക്കാൻ പാടില്ല. നെവർ ഗോ പാസ്റ്റ് ദ പേഴ്സണൽ സ്പേസ് ബിറ്റ്വീൻ ദ പേഴ്സൺ. ദിസ് വിൽ മേക്ക് ദം അൺകംഫർട്ടബിൾ. സ്റ്റോപ്പ് when you are at least 3 feet away from the person. ഒരു ഫീറ്റ് എന്ന് പറയുമ്പോൾ 30 സെന്റിമീറ്റർ ആണ്. 3 feet എന്ന് പറയുമ്പോൾ 90 സെന്റിമീറ്റർ. യു ക്യാൻ സേ 1 മീറ്റർ. അപ്പോൾ നമ്മൾ കസ്റ്റമറിൽ നിന്ന് ഒരു മീറ്റർ എങ്കിലും അകന്ന് നിൽക്കണം. ഒരുപാട് അടുത്ത് അവരെ തല്ലാൻ പോകുന്ന രീതിയിൽ അടുത്ത് പോയി നോക്കരുത് അല്ലേ. ബി ജെന്യുവിൻ ആൻഡ് സിൻസിയർ. നമ്മൾ വളരെ ജെന്യുവിൻ ആയിരിക്കണം, വളരെ മാന്യമായിരിക്കണം. സിൻസിയർ മീൻസ് വളരെ ആത്മാർത്ഥമായിരിക്കണം. ബീയിങ് ജെന്യുവിൻ ആൻഡ് സിൻസിയർ ഈസ് വാട്ട് മേക്സ് എ ഗ്രീറ്റിംഗ് വാം ആൻഡ് ഹേർട്ട് ഫെൽറ്റ്. ജസ്റ്റ് ലൈക്ക് ഫേക്ക് സ്മൈൽസ് ആൻഡ് ഗ്രീറ്റിംഗ്സ്. കപടമായി ചിരിക്കുന്നതും ഒക്കെ ഉണ്ട്. പീപ്പിൾ ക്യാൻ സെൻസ് ഇഫ് യു ആർ ജെന്യുവിൻ ആൻഡ് സിൻസിയർ വിത്ത് യുവർ ഗ്രീറ്റിംഗ്. അപ്പോൾ നമ്മൾ ജെന്യുവിൻ ആണോ സിൻസിയർ ആണോ എന്നുള്ളത് ആൾക്കാരുടെ ഗ്രീറ്റിംഗിൽ നമുക്ക് മനസ്സിലാവും, അല്ലെ ഫേക്ക് ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ്. ഫസ്റ്റ് 10 സെക്കൻഡ്സിൽ ആണ് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നത്. ഐ കോൺടാക്ട്, സ്മൈൽ, അക്നോളജ് ദ കസ്റ്റമർ ക്വിക്ക്ലി, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, ഗീവ് സ്പേസ്, ബി ജെന്യുവിൻ ആൻഡ് സിൻസിയർ. ഇത്രയുമാണ് ഗ്രീറ്റിംഗ്സിൻ്റെ ഭാഗങ്ങൾ. ഇനി ഒബ്ജക്റ്റീവ് ഓഫ് ദ ഗ്രീറ്റിംഗ് എ കസ്റ്റമർ. എന്തിനാണ് കസ്റ്റമറെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ്, പർപ്പസ് എന്താണ്? ടു ഗെറ്റ് ഹിസ് എ പോസിറ്റീവ് അറ്റൻഷൻ അല്ലേ. ഒരു നെഗറ്റീവ് അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എഫക്ട് യു ആസ് വെൽ ആസ് യുവർ കമ്പനി അല്ലേ. ടു ക്രിയേറ്റ് എ പോസിറ്റീവ് അറ്റൻഷൻ. ടു മേക്ക് ദ കസ്റ്റമർ ഫീൽ വെൽക്കം ആൻഡ് ഇമ്പോർട്ടൻറ്റ്. കസ്റ്റമർക്ക് സ്വയം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരു ഫീലിംഗ് ഉണ്ടാക്കണം. ടു എൻഗേജ് ഹിം ഹെർ ഇൻ എ കോൺവെർസേഷൻ. ഇപ്പോൾ നമ്മൾ അവരായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ കസ്റ്റമർ ബോറടിച്ചു പോകും അല്ലേ. യു ക്യാൻ മേക്ക് ദ കസ്റ്റമർ ഫീൽ വെൽക്കം ബൈ മേക്കിംഗ് ഐ കോൺടാക്ട്, ബൈ സ്മൈലിംഗ് ആൻഡ് ഗ്രീറ്റിംഗ്. അപ്പോൾ ഐ കോൺടാക്ട് വേണം, സ്മൈൽ ചെയ്യണം, ഗ്രീറ്റ് ചെയ്യണം. യു ക്യാൻ മേക്ക് ദ കസ്റ്റമർ ഫീൽ ഇമ്പോർട്ടൻറ്റ് ബൈ സ്റ്റോപ്പിംഗ് യുവർ വർക്ക് ഇമ്മീഡിയറ്റ്ലി, അക്നോളജിങ് ദ കസ്റ്റമർ ആൻഡ് അറ്റൻഡിങ് ടു ഹിം ഓർ ഹെർ ഫസ്റ്റ്. സ്റ്റോപ്പിംഗ് യുവർ വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമർ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. അത് നമ്മൾ നിർത്തിവെച്ച് കസ്റ്റമറെ വെൽക്കം ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് അല്ലേ. ടു ഗെറ്റ് ഹിം എ പോസിറ്റീവ് അറ്റൻഷൻ, to make the customer feel and welcome and important, to engage him in a conversation. Okay. ഇനി നിങ്ങളുടെ എക്സർസൈസസ് ആണ്, അത് ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പോർഷനിൽ ഒരു അടുത്ത ചാപ്റ്റർ, പ്രോബിംഗ് ടു ഐഡന്റിഫൈ കസ്റ്റമർ നീഡ്സ്. പ്രോബ് എന്ന് വെച്ചാൽ, പ്രോബിംഗ് മീൻസ് എൻക്വയറിങ് അല്ലേ. എൻക്വയർ, ചോദിക്കുക, അന്വേഷിച്ചറിയുക. ഇതിനാണ് പ്രോബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ. പ്രോബിംഗ് എന്ന് വെച്ചാൽ എൻക്വയറിംഗ് എന്നാണ്. Probing means inquiring closely into something or searching. In this context, it refers to finding information about the customer's requirements by asking questions. ഇവിടെ പ്രോബിംഗ് എന്ന് വെച്ചാൽ അന്വേഷിക്കുക എന്നാണ്, അന്വേഷിച്ച് കണ്ടെത്തുക. ഇവിടെ കസ്റ്റമറുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, കസ്റ്റമേഴ്സ് റിക്വയർമെന്റ്സ്, അത് ചോദ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അല്ലേ. പ്രോബിംഗ് ഈസ് ആസ്കിങ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ടു യുവർ കസ്റ്റമർ ടു ഐഡന്റിഫൈ ദെയർ നീഡ്സ്. കസ്റ്റമറുടെ ആവശ്യങ്ങൾ, അവരുടെ ടേസ്റ്റുകൾ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻക്വയറി ചെയ്യുന്നത് അല്ലേ. വൺസ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആർ നോൺ, പ്രൊവൈഡിങ് ദ റൈറ്റ് പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ബിക്കംസ്
ഈസി. അതാണ് നമ്മൾ കസ്റ്റമേഴ്സ് ആവശ്യങ്ങളും അഭിരുചിയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് സേവനവും ഉൽപ്പന്നങ്ങളും സെർവ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. Probing questions help you to have open conversation with the customer and learn more about the customers requirements and problems. കസ്റ്റമറുടെ ആവശ്യങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയണം. Probing will also help you to make proper suggestions of products. അപ്പം നമ്മൾ കസ്റ്റമറെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം അല്ലേ, ആൻഡ് സർവീസസ്. You will be in a better position to make appropriate product suggestions to customers. അതാണ് കസ്റ്റമേഴ്സിനെ പ്രോബ് ചെയ്യുമ്പോഴുള്ള ഗുണം അല്ലേ. നോക്കൂ, ഗുഡ് മോർണിംഗ് മാം. ഇപ്പോൾ മാഡം എന്നല്ല, ഗുഡ് മോർണിംഗ് മാം, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഒരു കസ്റ്റമർ കോഡിയൽ കസ്റ്റമർ റിലേഷൻ, എൻക്വയറിംഗ് ദ കസ്റ്റമർ നീഡ്സ് ആണ് കാണിച്ചിട്ട്. ഇതിൽ മെയിൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ മെയിൻ ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ജനറൽ കാര്യങ്ങളാണ്. സപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസും പിന്നെ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ കൂടുതൽ കസ്റ്റമറുടെ ടേസ്റ്റുകളും അഭിരുചികളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും കൂടുതലായിട്ട് അന്വേഷിക്കുന്നതിനാണ് പ്രോബിംഗ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് എക്സസൈസ് ആണ്, ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഇനിയും നോക്കുക. With the help of the information given in the visual, discuss the type of questions to be asked to customers. ഏതെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്? അപ്പോൾ 1, 2, 3, 4, 5 കസ്റ്റമർ നീഡ്സ്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ചോദിക്കേണ്ടതാണ്? 1, മോട്ടിവേറ്റ് ദ കസ്റ്റമർ ടു ടോക്ക്. കസ്റ്റമറെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. അവർക്ക് അവരെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. നമുക്ക് ഇന്ന് സംഗതികളുണ്ട് സാർ, എന്തൊക്കെയാണ് സംഗതികൾ വേണ്ടത് എന്ന് ചോദിക്കുക. ഓപ്പൺ ന്യൂട്രൽ ക്വസ്റ്റ്യൻസ് ടു ഗെറ്റ് അൺബയാസ്ഡ് ഇൻഫർമേഷൻ. അതാണ്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് ന്യൂട്രൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടുള്ളൂ, ബയാസ്ഡ് ആകരുത്, മുൻധാരണ ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. ഓപ്പൺ ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ടു എക്സ്പ്ലോർ മോർ ഡീപ്ലി. അപ്പോൾ ലീഡിംഗ് ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കണം. ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ടു പിൻ പോയിന്റ് പ്രിസൈസ് റിക്വയർമെൻറ്റ്. അപ്പോൾ വളരെ പ്രിസൈസ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്ത് ചോദിക്കണം, വളരെ ക്ലോസ് ആയിട്ട് ചോദിക്കണം. സമ്മറി ടു ഗെയിൻ കസ്റ്റമേഴ്സ് അക്സെപ്റ്റൻസ് ഓർ റിക്വയർമെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിക്കുമ്പോഴാണ് സമ്മറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ സിറ്റുവേഷൻ നമുക്ക് ഇമാജിൻ ദാറ്റ് യു ആർ എ സ്മോൾ വെണ്ടർ സെല്ലിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻ കോട്ട്സ്. ഇപ്പോൾ നമ്മൾ റെയിൻ കോട്ടുകൾ വിൽക്കുന്ന ഒരാളാണ്. വെണ്ടർ മീൻസ് സെല്ലർ. ഫോർ പീപ്പിൾ ഹു റൈഡ് സൈക്കിൾസ്, ബൈസിക്കിൾസ് ആൻഡ് ദോസ് ഹു വർക്ക് നിയർ ദ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ നടന്നു പോകുന്ന ആളുകൾ, സൈക്ലിസ്റ്റ്, മോട്ടോർ സൈക്ലിസ്റ്റ്, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റെയിൻ കോട്ട്സ് വെക്കുന്ന ആളാണ് എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ പ്രോബ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ എക്സസൈസ്. ഞാൻ വേറെ സെപ്പറേറ്റ് ഇട്ട് തരാം. റോൾ പ്ലേ ഉണ്ട്. ഇതിലും വാട്ട് ഈസ് പ്രോബിംഗ്, എന്താണ് പ്രോബിംഗ് എന്ന് വെച്ചാൽ എന്താണ്? വൈ ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രോബ് എ കസ്റ്റമർ? എന്തിനാണ് കസ്റ്റമേഴ്സിനെ നമ്മൾ പ്രോബ് ചെയ്യുന്നത്, അന്വേഷിക്കുന്നത്? വാട്ട് ക്യാൻ യു ഡു ടു എൻഷുർ ദ കസ്റ്റമർ ഡസ് നോട്ട് ഫീൽ അൺകംഫർട്ടബിൾ ഓർ ഇറിറ്റേറ്റഡ് വെൻ യു പ്രോബ് ദം? നമുക്ക് കസ്റ്റമറിനെ പ്രോബ് ചെയ്യുമ്പോൾ അവർ കംഫർട്ടബിൾ അല്ലാതാക്കരുത്, ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കരുത്, അല്ലെ, അസ്വസ്ഥരാക്കരുത്. എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പറയുന്നത്. വാട്ട് ആർ സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ക്യാൻ ആസ്ക് എ കസ്റ്റമർ ടു അണ്ടർസ്റ്റാൻഡ് ദിയർ റിക്വയർമെൻറ്റ്സ്? ഇത്രയുമാണ്. ഇനി ഇതിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കാനുള്ളത് പ്രോബിങ്ങിനെ തന്നെയാണ്, എൻക്വയറി ചെയ്യുന്നതാണ്. ആസ്ക്, ലിസൺ, റിപ്പീറ്റ് ടെക്നിക്കാണ്. അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയാം. താങ്ക് യു.